ആളുകൾക്കൊക്കെ വലിയ പ്രതീക്ഷയുമായിരുന്നു. പലരും എന്നോട് ഇങ്ങനെ വിളിച്ചു ചോദിച്ചിരുന്നു, മഹദി എന്ന ചർച്ച എന്നായിരിക്കും ഇങ്ങനെ ചോദിച്ചിരുന്നു. പലരും വിളിച്ചു ചോദിച്ചിരുന്നു. ഏറെ പ്രതീക്ഷയുള്ളതും എന്നാൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ ഒരു വിഷയമാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ഇത് കഴിയുമ്പോഴത്തേനും മനസ്സിലേക്കൊരു റാഹത്ത്, ഒരു സന്തോഷം അള്ളാഹു നമുക്ക് നൽകട്ടെ, തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ വിഷയത്തിലുള്ളൊരു പഠനം നടത്തിയപ്പോൾ മുസ്ലിമീങ്ങൾക്ക് ഈ വിഷയത്തിൽ വലിയ ഒരു പ്രതീക്ഷ വരാൻ പോകുന്നുണ്ട്. എന്നും ഈ ഇരുട്ടിൻ്റെ കരിമ്പടമാകുമെന്നൊന്നും ധരിക്കരുത്. രാത്രിയായാൽ ധരിക്കേണ്ടതാണ്, ഉറപ്പിക്കേണ്ടതാണ്, പകലുണ്ടാവുക തന്നെ ചെയ്യും. അങ്ങനെയല്ല ആണല്ലോ ഖുർആൻ പറഞ്ഞത്. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസിൽ ജവാരിൽ ഖുന്നസ് വല്ലൈലി ഇദാ അസ്അസ് സുബ്ഹി ഇദാ തനഫസ്. എന്തൊരു വാക്കാണ് അതൊക്കെ, എന്തൊരു പ്രയോഗമാണത്. ഞാൻ പലപ്പോഴായി ഈ ക്ലാസ് നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മനസ്സിന് അങ്ങോട്ട് പോവാത്ത ഒരു ആശയാണ്. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസിൽ ജവാരിൽ ഖുന്നസ് വല്ലൈലി ഇദാ അസ്അസ് സുബ്ഹി ഇദാ തനഫസ്. കടന്നു പോകുന്ന നക്ഷത്രങ്ങൾ, മഞ്ഞു പോകുന്ന നക്ഷത്രങ്ങൾ, കരിമ്പടം മടക്കിപ്പോകുന്ന രാത്രിയും, അങ്ങനെയാ പറഞ്ഞു. പിന്നെ പറഞ്ഞത് വസ്സുബ്ഹി ഇദാ തനഫസ്, ശ്വാസം വിട്ട് ഇങ്ങനെ പുറത്തു വരുന്ന പ്രഭാതവും. പ്രഭാതം പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, ഇത് ഞാനൊരു മാന്യനായ ദൂതൻ വഴി നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്നും ഇരുട്ടാകുമെന്നൊന്നും ധരിക്കരുത്, അങ്ങനെ ഉണ്ടാവില്ല. തീർച്ചയായും വെളിച്ചം നമ്മെ കാത്തു നിൽക്കുകയാണ്. അമേരിക്ക അതിൻ്റെ തകർച്ചയുടെ അവസാനത്തെ ഘട്ടത്തിലാണെന്നാണ് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് പറയുന്നത്. ഇല്ലെങ്കിൽ ഉത്തര കൊറിയക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് കഴിയില്ല. എൻ്റെ വല്യപ്പ എനിക്ക് പഴയ കാലത്ത് ചുങ്കം പിരിച്ച ഒരു ആളുടെ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. ചുങ്കം പിരിക്കുന്നിടത്ത് ഒരാളുണ്ടായിരുന്നു അത്രേ. ആ കഥ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കയറാം. എൻ്റെ വല്യപ്പ എനിക്ക് പറഞ്ഞു തന്ന ഒരു കഥയാണ്. ഈ ചുങ്കം പിരിക്കുന്നിടത്ത് ഒരാളുണ്ടായിരുന്നു. അപ്പം ആരെങ്കിലും ചുങ്കം കൊടുത്തിട്ടില്ലെങ്കിൽ ഇയാളിങ്ങനെ മണ്ണിലിരിക്കായിരിക്കും ചെയ്യുക. ചുങ്കം പിരിക്കുന്ന ഒരാളുണ്ട്, അടുത്ത ഒരു ചട്ടമ്പി പോലെ ഒരാളിങ്ങനെ മീശയൊക്കെ തൂക്കിയിട്ട് ഒരാളുണ്ട്. ചുങ്കം കൊടുക്കാത്ത ആളുകളെ ഭീഷണിപ്പെടുത്തും. ഞാനിവിടുന്നാണ് എണീറ്റാൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തും. ഇത് പേടിച്ചിട്ട് ഇങ്ങനെ ചുങ്കം കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കുറേ കാലം അങ്ങനെ ഈ എണീറ്റാൽ എന്ന് പറഞ്ഞാൽ എണീറ്റാൽ എന്തെങ്കിലുമൊക്കെ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചില ആളുകളൊക്കെ അങ്ങനെ എല്ലാവരും ചുങ്കം കൊടുത്ത് അങ്ങനെ പോയി. കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെ കടവിലേക്ക് വന്നത് ഒരു ചൂടനാണ്. ഇയാൾ ചുങ്കം കൊടുത്തില്ല. അപ്പോഴും ഇമ്പം പറഞ്ഞു ഞാനിവിടുന്നാണ് എണീറ്റാൽ. അപ്പോൾ ഇയാൾ പറഞ്ഞു എന്നാ ഇയാൾ ഇവിടുന്നാണ് എണീക്ക്. അപ്പം ഇയാൾ എണീക്കണില്ല. എന്തുകൊണ്ട്? ഇയാൾക്ക് കാലില്ല. അങ്ങനെയാണ് ഈ സാധുക്കളായ ഇറാഖികളെ മേലെന്തെങ്കിലും ചെയ്യാന്നല്ലാതെ കഴിയില്ല. കാല് പോയ ചട്ടമ്പിയാണ് അമേരിക്ക എന്ന സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി ആരംഭിക്കുന്നത്. ഒരിക്കലും ഇതൊന്നും നടക്കില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള് കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്നഹും ദീനഹുമുല്ലദീ ഇർതളാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅ്ബുദൂനനി വലാ യുശ്രികൂന ബി ശൈഅ വമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അല്ലാഹു പറയുകയാണ് വഅദല്ലാഹുല്ലദീന ആമനൂ വഅദല്ലാഹുല്ലദീന ആമനൂ, വിശ്വാസികൾക്ക് അല്ലാഹു ഇതാ വാഗ്ദത്തം തരുന്നു. എന്താണ് വാഗ്ദത്തം തരുന്നത്? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി, ഭൂമിയിൽ തീർച്ചയായും അവരെ നാം നേതാക്കളാക്കുമെന്ന്. ഏതൊരു മുൻഗാമിക്കും മുൻഗാമികളെ പോലെ അവർ അവരുടെ വഴിയിൽ വരുന്ന ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവരെ നേതാക്കളാക്കും എന്നാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനം എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ഈമാനാണ്, ഈമാൻ പറഞ്ഞാണ് സംബോധന ചെയ്യുന്നത്. ഈമാനിലേക്ക് മുസ്ലിമീങ്ങൾ മടങ്ങി വന്നാൽ മടങ്ങി വരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് എളുപ്പം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ അള്ളാഹു നമ്മുടെ നാവിന് കരുത്ത് നൽകട്ടെ. അള്ളാഹു സത്യവിശ്വാസികൾക്ക് ഇതാ വാഗ്ദത്തം നൽകുകയാണ്. എന്താ വാഗ്ദത്തം? അള്ളാഹുവിന്റെ ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്നഹും ദീനഹുമുല്ലദീ ഇർതളാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. എന്താ അള്ളാഹുവിന്റെ വാഗ്ദത്തം? ഒന്ന്, ലയസ്തഖ്ലിഫന്നഹും, ഭൂമിയിൽ അവരെ നേതാക്കളാക്കുക തന്നെ ചെയ്യും. ഖിലാഫത്ത് അവർക്ക് മടക്കി തരുക തന്നെ ചെയ്യും. തീർച്ചയായും തരും. ഉറപ്പ്. ഭൂമിയുടെ ചുക്കാൻ മുസ്ലിമീങ്ങൾ പിടിക്കാതെ ആകാശം ഭൂമിയോട് ഒട്ടുകയില്ല. അല്ലാഹുവാണേ സത്യം. ഒരിക്കലും ആരും സംശയിക്കേണ്ടതില്ല. ഇപ്പോൾ പകലാണെന്നതുപോലെ ആ യാഥാർത്ഥ്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ തുറന്നു പറയുകയാണ്. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഭൂമിയുടെ ചുക്കാൻ മുസ്ലിമീങ്ങൾ പിടിക്കാതെ ഒരിക്കലും ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതീക്ഷിക്കുന്നവരിലെങ്കിലും നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു അവർക്ക് കരിഞ്ഞു തൃപ്തിപ്പെട്ടു നൽകിയ മതത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലാഹു ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഭയപ്പാടിന് ശേഷം നിർഭയത്തിന്റെ ഒരു കാലഘട്ടം അല്ലാഹു അവർക്ക് നൽകും. അല്ലാഹു നമുക്ക് നൽകട്ടെ. സൂറത്തു നൂറിന്റെ 55-ാമത്തെ വചനത്തിൽ അല്ലാഹു ഇത് പറയുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ഒരു വിഷയമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ചുരുക്കത്തിൽ അല്ലാഹുവിന്റെ വഅദാണ് അങ്ങനെ ഒരു കാലഘട്ടം. അത് കേവലമുള്ള ഒരു പ്രതീക്ഷയല്ല. അത് നടക്കും. അത് നടന്നിരിക്കും. തീർച്ചയായും നടക്കും. അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. ഇപ്പോൾ ഈ പരിപാടി നടക്കുന്നത് സത്യമാണെങ്കിൽ ഈ ഭൂമി മുസ്ലിമീങ്ങൾ കൈവശപ്പെടുത്തും എന്നത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഖുർആനിൽ വിശ്വസിക്കുന്നവർ ഇത് വിശ്വസിക്കണം എന്നത് നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകട്ടെ.